നമസ്കാരം. ഞാൻ പ്രസീദ് മണൽവട്ടം, നിയമസഭാവേദി സംസ്ഥാന ചെയർമാൻ. പ്രിയപ്പെട്ടവരെ, കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഏകദേശം നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ പോലും ആകാതെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ പോലും മത്സരിക്കുവാൻ യോഗ്യതയില്ലാത്ത ഒട്ടനവധി ആൾക്കാർ ചില ലോക്കൽ ചാനലുകളുടെ സഹായത്തോടുകൂടി സാമ്പത്തികവും പാരിതോഷികങ്ങളും നൽകി അവരവരുടെ പേരുകൾ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുന്ന ഒരു കാഴ്ച നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. ഇന്നലെ മുൻ പ്രതിപക്ഷ നേതാവ് പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തല മാധ്യമങ്ങളിലൂടെ അഭ്യർത്ഥിച്ചതാണ്. പ്രിയപ്പെട്ടവരെ, ഔദ്യോഗികമായി രാഷ്ട്രീയ പാർട്ടികൾ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നതിന് മുമ്പേ ചാനലുകളിലൂടെ ദയവായി സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികളെ ഇറക്കരുത് എന്ന് പ്രഖ്യാപിച്ചതാണ്. എങ്കിൽ ഇതൊന്നും വകവയ്ക്കാതെ ഒട്ടനവധി ലോക്കൽ ചാനലുകൾ സാമ്പത്തികവും പാരിതോഷികവും ഒക്കെ വാങ്ങിക്കൊണ്ട് സാധാരണ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിക്കുവാൻ യോഗ്യതയില്ലാത്ത ആൾക്കാരെ സ്ഥാനാർത്ഥികളെന്ന് പറഞ്ഞ് അവതരിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളെ കൺഫ്യൂഷനാക്കുന്ന ഒരു പ്രവണതയാണെന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു അന്ത്യം വേണം. കാര്യം രാഷ്ട്രീയ പാർട്ടികൾ ഔദ്യോഗികമായി സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത് എപ്പോഴെന്ന് ചോദിച്ചാൽ, ഔദ്യോഗികമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ പോലും വന്നിട്ടില്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതേ ഉള്ളൂ. ചുമതലയേറ്റിരിക്കുന്ന സാഹചര്യത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥി ചർച്ചകളെല്ലാം നടത്തി അവർ ലിസ്റ്റുകളെല്ലാം പുറത്തു വിടുമ്പോൾ പത്രസമ്മേളനം നടത്തും. പത്രസമ്മേളനം നടത്തി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമ്പോൾ മാത്രമേ ഈ ചാനലുകൾ ഇത്തരത്തിൽ വാർത്ത കൊടുക്കാവൂ എന്ന് ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ, അതോടൊപ്പം തന്നെ നിയമസഭാവേദിയുടെ സംസ്ഥാന ചെയർമാൻ എന്ന നിലയിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.